ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ഉടുപ്പിൽ നെറ്റിൻ്റെ ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കി പീസ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ പീസ് വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഫാബ്രിക് ഒരു 3 പീസ് നമുക്ക് വേണം. അപ്പോൾ അതിൻ്റെ വീതിയും നീളവും ഒക്കെ ഞാനൊന്ന് പറയാം. 2.5 ഇഞ്ചാണ് ഞാനിപ്പോൾ വീതി എടുത്തേക്കണത്. നിങ്ങൾക്ക് ഇതിലും വലിയ ഫ്ലവർ വേണമെങ്കിൽ ഒരു 3 ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നീളം വന്നിട്ട് 39 ഇഞ്ചാണ്, അതായത് 100 സെൻറ്റിമീറ്റർ, 1 മീറ്റർ നീളം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിലർ സെൻറ്റിമീറ്റർ എത്രയെന്ന് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. 39 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ 3 പീസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ 3 പീസും നമ്മൾ ഒരുപോലെ വയ്ക്കുക. ഒരേപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു താഴ്ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വലിയ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ സൂചിയിൽ കുത്തി എടുത്തേച്ചാൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ 3 ലെയറൊക്കെ ആയിട്ട് മെഷീനിൽ വെച്ച് ചെയ്യുമ്പോൾ ശരിയാവത്തില്ല. അപ്പം ഞാനതെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം ഞാനിങ്ങനെയാണ് ചെയ്തെടുത്തേക്കണത്. അതിൻ്റെ 2 അറ്റവും നൂലുണ്ടല്ലോ, ആ 2 അറ്റവും തമ്മിൽ നമ്മളൊന്ന് കൂട്ടിക്കെട്ടണം. കൂട്ടിക്കെട്ടിയ ശേഷം ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് പോകാത്ത രീതിയിൽ, അഴിഞ്ഞു പോകാത്തത്ര രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇത്ര കട്ടിയുണ്ടെന്ന് ഓർത്തുകൊണ്ട് ഇത് നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സൂചി അതിലൂടെ ഇറങ്ങിപ്പോരും. അപ്പോൾ അതുകൊണ്ടത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മെഷീനിൽ വെച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് നിവർത്തി വയ്ക്കുക. നിവർത്തി വയ്ക്കുമ്പോൾ നമ്മളിപ്പോൾ 3 ലെയർ ഒരുമിച്ചിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്തേക്കണത്. ആ ലെയറുകളെല്ലാം ഒന്ന് വേർതിരിച്ചെടുക്കണം. ലെയറുകൾ ഒരുപാട് ഉണ്ടെങ്കിൽ ഈ ഫ്ലവറിന് നല്ല തിക്നെസ് കാണും. ഞാനിപ്പോൾ 3 എണ്ണമാണ് എടുത്തുള്ളൂ. അത്യാവശ്യം തിക്നെസ് ഉണ്ട്. എന്നാലും ഒരു 4, 5 അല്ലെങ്കിൽ 6 ലെയറൊക്കെ എടുത്തു കഴിയുമ്പോൾ നല്ല കട്ടിയിലിരിക്കും. നമ്മൾ ഉടുപ്പിൻ്റെയൊക്കെ ആ ഒരു വേസ്റ്റ് പോർഷനിലൊക്കെ വെക്കണ ഫ്ലവേഴ്സ് കാണാറില്ലേ, അതുപോലത്തെ ഫ്ലവേഴ്സാണിത്. അപ്പോൾ ഇങ്ങനെ ആ പീസുകളെല്ലാം നമ്മളൊന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ താഴെ ഒന്ന് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്, അഴിഞ്ഞു പോരാതിരിക്കാനാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിക്കൊടുക്കണം. നെറ്റിലാവുമ്പോൾ നമുക്ക് ബാക്കി വന്ന ഫാബ്രിക്കൊക്കെ ഉണ്ടാവുമല്ലോ. ഉടുപ്പ് തയ്ച്ച് കഴിയുമ്പോൾ എന്തായാലും ഫാബ്രിക് ബാക്കി കാണും. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഒരെണ്ണമായിട്ട് വേണമെങ്കിൽ നമുക്ക് ഉടുപ്പിൽ വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ചെറിയ ഫ്ലവേഴ്സ്, ഇതിപ്പോൾ 2.5 ഇഞ്ചാണ് വീതി എടുത്തേക്കുന്നത്, ഒരു 1.5 ഇഞ്ചോ അല്ലെങ്കിൽ 2 ഇഞ്ചോ ഒക്കെയുള്ള പീസ് എടുത്തതിന് ശേഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വേസ്റ്റിൻ്റെ ആ ഒരു ഭാഗം അറ്റം മുതൽ വെച്ച് കൊടുക്കാനായിട്ട് സാധിക്കും നീളത്തിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.